ഇന്ത്യ പാകിസ്ഥാൻ ചരിത്രത്തിൽ ഒരിടത്തും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള തിരിച്ചടിയാണ് ഇന്നലെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ തുടർച്ചയായി അതിർത്തിയിലുടനീളം ഷെല്ലാക്രമണങ്ങളും വെടിവെപ്പും നടത്തി വരികയായിരുന്നു. ഇതിൽ ഇന്ത്യയിലെ 15ഓളം സാധാരണക്കാരുടെ ജീവനുകളാണ് നഷ്ടമായത്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. എന്നാൽ പിന്നീട് പാകിസ്ഥാൻ ആക്രമണത്തിന്റെ ശക്തി കൂട്ടുന്നതാണ് കണ്ടത്. പാകിസ്ഥാനിൽ നിന്ന് തുടർച്ചയായി ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യയിലെ സൈനിക പോസ്റ്റുകളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് വന്നുകൊണ്ടിരുന്നു. ഇതിനെയെല്ലാം ഇന്ത്യക്ക് വിജയകരമായി നിർവീര്യമാക്കാനും കഴിഞ്ഞു. ഇതിനായി നമ്മുടെ സൈന്യത്തെ സഹായിച്ചത് റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനമായിരുന്നു. ഇതിനിടയിൽ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകൾ നടത്തുകയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഈ സാഹചര്യം പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വൻ പരാജയമാണെന്നും നമ്മുടെ റഫാൽ ഉൾപ്പെടെ 7 ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ തകർത്തു എന്നതുമായിരുന്നു അതിൽ ഏറ്റവും വലിയ വാർത്ത. ഇതോടെ രാജ്യസ്നേഹികളായ ഇന്ത്യക്കാരുടെ മനസ്സിൽ ആശങ്കയും നിരാശയും നിറയുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ഇത് വ്യാജ വാർത്തയാണെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ചില യൂട്യൂബർമാരും പിന്നീട് ചില ചാനലുകൾ തന്നെ രംഗത്ത് വന്നതോടെ ഒരുവിധം അത് കെട്ടടങ്ങി. പ്രത്യേകം പറയട്ടെ, എൻ്റെ വീഡിയോ 100ഓളം പേർ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. വൈകുന്നേരമായതോടെ ഇന്ത്യയുടെ തിരിച്ചടിയുടെ വാർത്തകളും വീഡിയോകളും വന്നു തുടങ്ങി. ഇന്ത്യയുടെ തിരിച്ചടി ഒരുപക്ഷെ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. ആദ്യം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തുടർന്ന് സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ച് തകർത്തതോടെ പാകിസ്ഥാന് വെറുതെ ഇരുന്നില്ല. ഇന്ത്യ ലക്ഷ്യമിട്ടുകൊണ്ട് ഡ്രോണുകളും മിസൈലുകളും തുരുതുരെ വരാൻ തുടങ്ങി. ഇതിനിടയിൽ 2 പാകിസ്ഥാൻ എയർക്രാഫ്റ്റുകൾ ഇന്ത്യ തകർത്തു. ഇരുട്ടിത്തുടങ്ങിയതോടെ കാശ്മീരും രാജസ്ഥാനും ഉൾപ്പെടെ അതിർത്തി സംസ്ഥാനങ്ങൾ ബ്ലാക്കൌട്ടിലേക്ക് പോയി. പാകിസ്ഥാൻ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള തന്ത്രമായിരുന്നു ഇത്. നേരത്തെ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് ആദ്യം ഇറങ്ങിയത് നമ്മുടെ വ്യോമസേനയും ആർമിയുമായിരുന്നെങ്കിൽ അടുത്ത ഊഴ നേവിയുടേതായിരുന്നു. അറബിക്കടലിൽ പാകിസ്ഥാനെതിരെ പ്രത്യാക്രമണത്തിനുള്ള ഓർഡർ കാത്തു കിടക്കുകയായിരുന്ന നമ്മുടെ INS വിക്രാന്ത് കൂടി പ്രത്യാക്രമണത്തിന് പങ്കുചേർന്നതോടെ രംഗം കൊഴുത്തു. പക്ഷേ അതിനുശേഷം നടന്നത് പാകിസ്ഥാൻ ചരിത്രത്തിൽ നേരിട്ടിട്ടില്ലാത്ത അത്ര ഭീകരമായ ആക്രമണമായിരുന്നു. പാകിസ്ഥാനിലെ ചില പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ ഉൾപ്പെടെ കറാച്ചി തുറമുഖം തന്നെ അപ്പാടെ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. ഇതിനിടയിൽ എപ്പോഴോ വാർത്ത വന്നു പാകിസ്ഥാന്റെ ആർമി ജനറൽ അസീം മുനീറിനെ മാറ്റി സാഹിർ സംഷാദ് മിർസ ചാർജ് എടുത്തു എന്ന്. ഈ തക്കം നോക്കി ബലൂചിസ്ഥാൻ ആർമി 25ഓളം പാക് പട്ടാളക്കാരെ വധിക്കുകയും നിരവധി പട്ടാള ക്യാമ്പുകളും പ്രദേശങ്ങളും പിടിച്ചടക്കുകയും കൂടി ചെയ്തതോടെ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനാവാതെ 18ാമത്തെ അടവ് തന്നെ പുറത്തെടുത്തു. ഇത്തവണ പാകിസ്ഥാൻ ചെയ്തത് ഇന്ത്യയുടെ എയർ സ്ട്രൈക്കിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു കവചമെന്നോണം 6ഓളം യാത്രാ വിമാനങ്ങൾ പാകിസ്ഥാനിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും പറപ്പിക്കാൻ തുടങ്ങി. ഇതിൽ 1-2 വിദേശ വിമാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഈ തന്ത്രം മനസ്സിലാക്കിയ ഇന്ത്യക്ക് തൽക്കാലത്തേക്ക് പ്രത്യാക്രമണം നിയന്ത്രിക്കേണ്ടി വന്നു. യുദ്ധത്തിനിടയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. അല്ലെങ്കിലും ഭീകരന്മാർ എന്നും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണല്ലോ. ഓരോ ദിവസവും 350 മുതൽ 400 കോടി രൂപ വരെ ചെലവിട്ട് പാകിസ്ഥാൻ എത്ര നാൾ ഇന്ത്യക്കെതിരെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? ഈ ആക്രമണങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിൽ യുദ്ധം ഓരോ ദിവസവും നീളും തോറും പാകിസ്ഥാനിൽ ഒന്നും ബാക്കി കാണാൻ സാധ്യതയില്ല. ഭീകരവാദികളെ ഇല്ലാതാക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന് ദിവസങ്ങൾ കഴിയുന്തോറും ലോകരാജ്യങ്ങൾ പിന്തുണ നൽകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യക്കും നമ്മുടെ സൈന്യത്തിനും എത്രയും പെട്ടെന്ന് അവരുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കട്ടെ. ജയ് ഹിന്ദ്.